നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റെറിലൈസേഷനും ഡിസിൻഫെക്ഷനും ആയിരുന്നു. സ്റ്റെറിലൈസേഷൻ എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷൻ, ദെൻ ഡിസിൻഫെക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇതിനുപയോഗിക്കുന്ന ഫിസിക്കൽ മെത്തേഡ്സ്, സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫിസിക്കൽ മെത്തേഡ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് സൺലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ വരുന്നത് ഡ്രൈയിങ് പറഞ്ഞായിരുന്നു, ഹീറ്റ് പറഞ്ഞു. അതെല്ലാം എന്താണ് നമ്മുടെ ഫിസിക്കൽ ഏജൻറ്റിനകത്ത് പറഞ്ഞിരുന്നതാണ്. ഡ്രൈ ഹീറ്റ്, അതുപോലെ തന്നെ സൺലൈറ്റ്, ഡ്രൈയിങ്, അതൊക്കെ പറഞ്ഞു. ദെൻ ഹീറ്റിങ്ങിനകത്ത് വരുന്നത് ഡ്രൈ ഹീറ്റ് വരും. ആ ഡ്രൈ ഹീറ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതൊന്ന് ഫ്ലെയിമിങ് ചെയ്യും. അതായത് നമ്മുടെ എന്താണ് ഓർഗാനിസത്തിനെയൊക്കെ ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൂപ്പ്, ഇത് കണ്ടില്ലേ, ഇതാണ് ഓർഗാനിസത്തിനെ ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൂപ്പ്. ഈ ലൂപ്പൊക്കെ ഈ ബർണറിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ അത് റെഡ് ഹോട്ട് ആകുമ്പോഴാണ് അതിൻ്റെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ട്യൂബിൻ്റെ ഒക്കെ മൗത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ചുമ്മാ ഫ്ലെയിമിലൊന്ന് കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ദെൻ ഇൻസിനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PVC, അതുപോലെ തന്നെ പോളിത്തീൻ, അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ്, ഇതിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസിനറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹോട്ട് എയർ ഓവനാണ്. ഡ്രൈ ഹീറ്റ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റെറിലൈസേഷനിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഇന്നലെ, ഗ്ലാസ് വെയേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യുന്നതെന്നും അതിൻ്റെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് ഐറ്റംസാണ് വെക്കുന്നത്, പിന്നെ അതിൻ്റെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ഇനി ഇത് കൂടാതെ തന്നെ ഇതിൽ വരുന്നൊരു കാര്യമാണ് തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത്. ഈ തെർമൽ ഡെത്ത് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ സ്റ്റെറിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം സമയം ആവശ്യമാണ്, ടൈം റിക്വയർഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഓഫ് എക്സ്പോഷർ. അതായത് നമ്മൾ ഈ ഓർഗാനിസത്തിനെ എത്ര ടൈം വെക്കുന്നു എന്നുള്ളത് അതിനെയാണ് നമ്മൾ തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കുകയാണ്. ഇപ്പം ഞാൻ വെക്കുന്നത് 10 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കുന്നതെന്ന് വിചാരിച്ചു. ആ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഞാൻ കൊടുത്തു. ആ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ ഞാൻ അതിനൊരു 5 മണിക്കൂർ സ്റ്റെറിലൈസേഷന് വേണ്ടി വെച്ചു. അപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസിന് ഞാൻ കൊടുത്ത ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 5 മണിക്കൂറാണ്, 5 അവറാണ് കൊടുത്തത്. എന്നാൽ ഞാൻ ഈ ടെമ്പറേച്ചറിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് തന്നിരിക്കട്ടെ. അപ്പോൾ അതിനൊരു 2 അല്ലെങ്കിൽ 3 അവേഴ്സ്, 2 to 3 അവേഴ്സൊക്കെയാണ് വെച്ചാൽ മതി. അപ്പം 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ ഞാൻ 5 മണിക്കൂർ വെച്ചെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു 2-3 മണിക്കൂർ ആണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുതൽ കൊടുത്താൽ കുറച്ച് ടൈം അത് വെച്ചാൽ മതിയാവും. ഇല്ല, അതിന് നമ്മൾ ടെമ്പറേച്ചർ കുറവാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ടൈം നമ്മളതിന് വെക്കണം. എന്നാൽ മാത്രമേ അതിനകത്തുള്ള സ്പോർട്സും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് ഡെഡായിപ്പോയി സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. പിന്നെ പറഞ്ഞത് നമ്മുടെ മോയിസ്റ്റ് ഹീറ്റ്. ഓക്കെ, ഇത് ഹോട്ട് എയർ ഓവൻ കഴിഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് മോയിസ്റ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി പറഞ്ഞത് നമ്മൾ മോയിസ്റ്റ് ഹീറ്റാണ്. മോയിസ്റ്റ് ഹീറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ 3 രീതിയിലാണ് മോയിസ്റ്റ് ഹീറ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്ത് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 100 ഡിഗ്രി സെൽഷ്യസ് വരെ, ദെൻ എബവ് 100 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്. അതിൽ വരുന്നതാണ് പാസ്ചറൈസേഷൻ, വാക്സിൻ ബാത്ത്, അതൊക്കെ. ദെൻ പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മിൽക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹോൾഡർ മെത്തേഡും ഒന്ന് ഫ്ലാഷ് മെത്തേഡും. ഈ ഹോൾഡർ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, മിൽക്ക് ഒരു 63 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തു, ടെമ്പറേച്ചർ കൊടുത്തത് എത്രയാണ്? 63 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൊടുത്തു ഒരു 30 മിനിറ്റത്തേക്ക്. എന്നിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യണം, നമ്മൾ ചൂടാക്കി പെട്ടെന്ന് തന്നെ അത് കൂൾ ചെയ്യും. അതാണ് മിൽക്കിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ 63 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കൊടുത്ത് ചൂടാക്കിയ പാല് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് 13 ഡിഗ്രി സെൽഷ്യസ് ആക്കി കുറച്ച് കൂളാക്കി മാറ്റണം. ദെൻ ഫ്ലാഷ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 72 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ കൊടുക്കുന്നത്.
അപ്പോൾ അത് എന്താണ് 50 to 20 സെക്കൻഡ്. അതാണ് മുമ്പേ പറഞ്ഞത്. ടെമ്പറേച്ചറും ടൈമും എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം നമ്മൾ കണ്ടില്ലേ, ടെമ്പറേച്ചർ കൂടുതൽ കൊടുത്തപ്പോൾ ടൈം എന്തായി, കുറഞ്ഞ് വരുന്നുണ്ട്. ദെൻ 72 ഡിഗ്രി സെൽഷ്യസ് നമ്മളൊരു 15 to 20 സെക്കൻഡ് മാത്രമാണ് വെച്ചത്. എന്നിട്ട് തന്നെ പെട്ടെന്നത് കൂൾ ചെയ്യുന്നു. അതാണ് ഫ്ലാഷ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഡയറി ഇൻഡസ്ട്രിയിൽ ചില സമയങ്ങളിൽ ഈ അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസേഷൻ നടത്താറുണ്ട്. ഈ അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ 140 തൊട്ട് 150 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ കൊടുക്കുന്നത്. അപ്പോൾ ടൈം എന്താണ്, 1 to 3 സെക്കൻഡ്സ് ആയിട്ട് ടൈം അവിടെ കുറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് കൂൾ ചെയ്യിക്കും. ഇനി നമ്മുടെ നോൺ സ്പോറിങ് ആയിട്ടുള്ള പതോജൻസ് സച്ചസ് മൈക്കോബാക്ടീരിയ, ബ്രൂസെല്ലെ, സാൽമൊണല്ല അങ്ങനെയുള്ള നോൺ സ്പോറിങ് ആയിട്ടുള്ള പതോജൻസ് എല്ലാം ഈ പ്രോസസ്സ് വഴി, ഹോൾഡർ മെത്തേഡ്, ഫ്ലാഷ് മെത്തേഡ് വഴി എന്താവും, അതിൽ നിന്നും ഡെസ്ട്രോയ് ചെയ്ത് പോകും. എന്നാൽ കോക്സിയല്ല ബ്രൂട്ടേനിറ്റി എന്ന് പറയുന്ന കോക്സിയല്ല ബർണറ്റി എന്ന് പറയുന്ന ഓർഗൻസം ആണെങ്കിൽ ഒരു കോമൺലി ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ദെൻ അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഹോൾഡർ മെത്തേഡിൽ എന്ത് ചെയ്യും, സർവൈവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ അടുത്തതാണ് വാക്സിൻ ബാത്ത് എന്ന് പറയുന്നത്. ഈ വാക്സിൻ ബാത്ത് എന്ന് പറയുന്നത് നമുക്ക് വാക്സിൻസ്, നമുക്കറിയാമല്ലോ വാക്സിൻസ് എന്താണ്, ഈ മൈക്രോ ഓർഗനിസംസിൽ നിന്നൊക്കെയാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, വാക്സിൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന വാക്സിൻ നമ്മൾ എടുക്കുന്നത് നോൺ സ്പോറിങ് ആയിട്ടുള്ള ബാക്ടീരിയയിൽ നിന്നും എടുത്തിട്ട് അതിനെ ഇന്നാക്ടിവേറ്റ് ആക്കാൻ വേണ്ടി, ഇപ്പം നോൺ സ്പോറിങ് ആയിട്ടുള്ള ബാക്ടീരിയനെ എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഇന്നാക്ടിവേറ്റ് ആക്കുന്നു. എങ്ങനെയാണ് ഇന്നാക്ടിവേറ്റ് ആക്കുന്നതെന്ന് വെച്ചാൽ 60 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ നമ്മളതിനെ വാട്ടർ ബാത്തിൽ വെക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, വാക്സിൻ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഈ നമ്മുടെ സെറം അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ, അതായത് കൊയാഗുലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉള്ള സെറം അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 മണിക്കൂർ 56 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ കുറച്ച് ദിവസം, ഒരു 2-3 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടെമ്പറേച്ചർ, ഈ ഒരു ടൈമിൽ വെച്ച് നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്താണ് ഈ സെറം അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സിനെയൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കുന്നത്. ഇനി അടുത്തതാണ് ഇൻസ്പിസേഷൻ എന്ന് പറയുന്നത്. ഇൻസ്പിസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഗ്ഗ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സെറം ഒരു കണ്ടൻ്റായിട്ട് വരുന്ന ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയം, അതുപോലെ തന്നെ ലോഫ്ലേഴ്സ് സെറം എന്ന് പറയുന്ന കുറച്ച് മീഡിയാസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ബാക്ടീരിയനൊക്കെ ഇനോക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയയാണ്. അപ്പോൾ ആ മീഡിയയൊക്കെ നമുക്ക് ഒന്ന് എന്താണ് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഇൻസിപ്പിസേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് ഇൻസിപ്പിറ്റേറ്റർ എന്ന് പറയുന്നത്. ഇത് കാണുന്നതാണ് ഇൻസിപ്പിറ്റേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്ത സ്റ്റെറിലൈസേഷനാണ് LTSF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ടെമ്പറേച്ചർ സ്റ്റീം ഫോർമാൽഡിഹൈഡ് സ്റ്റെറിലൈസേഷൻ. അതെന്താണെന്ന് വെച്ചാൽ, അതായത് ടെമ്പറേച്ചർ ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ലാത്ത തരത്തിലുള്ള ഐറ്റംസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ LTSF സ്റ്റെറിലൈസേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡിൽ നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 75 ഡിഗ്രി സെൽഷ്യസിൽ ഫോർമാൽഡിഹൈഡ് വേപ്പറാണ്. ഓക്കെ, ഫോർമാൽഡിഹൈഡ് വേപ്പർ ആക്കുവാണ് നമ്മൾ 75 ഡിഗ്രി സെൽഷ്യസിൽ. ആ ഒരു വേപ്പറിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് അവിടെ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. അടുത്തത് ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബോയിലിംഗ് ആണ്. നമുക്കറിയാം ബോയിലിംഗ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ വെള്ളം ചൂടാക്കുകയില്ലേ, അതെന്താ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ ഒരു തിളച്ച് വരുന്ന ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം ബോയിലിംഗ് എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 തൊട്ട് 30 മിനിറ്റ് വരെ നമ്മൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള മൈക്രോ ഓർഗനിസത്തിൻ്റെ വെജിറ്റേറ്റീവ് ഫോം എന്താണ്, വെജിറ്റേറ്റീവ് ഫോം, അതുപോലെ തന്നെ ചില ബാക്ടീരിയയുടെ സ്പോർസും കില്ല് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്പോറിങ് ആയിട്ടുള്ള ബാക്ടീരിയ എന്നാൽ ചില ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറ് നമുക്ക് കില്ല് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അങ്ങനെയുള്ള ബാക്ടീരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, അത് കൂടുതൽ ടൈം നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്ത് ബോയിൽ ചെയ്യിക്കണം. എന്നാലേ അതിനകത്ത് മൈക്രോ ഓർഗനിസം ഡെഡ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് നമുക്ക് സർജിക്കൽ ഇൻസ്ട്രുമെൻസിനൊന്നും ഈ ബോയിലിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ബോയിൽ ചെയ്യുന്ന ടൈമിൽ അതിനകത്തേക്ക് ഒരു 2% സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റെറിലൈസേഷൻ നന്നായിട്ട് നടക്കും. ഇനി ഇതിൻ്റെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബോയിലിംഗ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ ദ ഡിസിൻഫെക്ഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഇക്വിപ്മെൻറ്റ്സ്, മെഡിക്കൽ അതുപോലെ തന്നെ സർജിക്കൽ ഇക്വിപ്മെൻറ്റ്സിൽ നിന്നൊക്കെ
എന്താണ് ഒരു ഒന്ന് ഡിസിൻഫെക്റ്റൻ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഈ ബോയിലിങ് ഹെൽപ്പ് ചെയ്യും. ഇനി ഫ്രീ സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്, അതായത് ഈ ഫ്രീ സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അത് നമ്മൾ ഒരു കോണിക്കൽ ലിഡ്, റിമൂവബിൾ ആയിട്ടുള്ള കോണിക്കൽ ലിഡുള്ള ഒരു വെർട്ടിക്കൽ മെറ്റൽ സിലിണ്ടർ, ഈ കണ്ടോ ഈ പടത്തിൽ, ഇതുപോലെയുള്ളൊരു ഇക്വിപ്മെൻ്റാണ്. ഈ ഇക്വിപ്മെൻറ്റിലാണ് നമ്മൾ, ഈ ഇക്വിപ്മെൻ്റിൻ്റെ പേര് കോച്ച് ഓർ അർണോൾഡ് സ്റ്റീം സ്റ്റെറിലൈസർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമുക്ക് എന്താണോ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതിനെ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഹീറ്റ് ലബൈലായിട്ടുള്ള കൾച്ചർ മീഡിയ, അതായത് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡീഗ്രേഡ് ആയി പോകുന്ന അല്ലെങ്കിൽ ഡീകമ്പോസ് ആയി പോകുന്ന മീഡിയാസിനെയൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അർണോൾഡ് സ്റ്റീം സ്റ്റെറിലൈസർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വെച്ച് നമ്മൾ ഓർഗാനിസത്തിനെ സ്റ്റെറിലൈസ് ചെയ്യും. ജസ്റ്റ് ഒരു 90 മിനിറ്റ് മാത്രം ഇതൊന്ന് എക്സ്പോഷർ ചെയ്താൽ തന്നെ അത് കംപ്ലീറ്റ്ലി സ്റ്റെറിലൈസ് ആയിട്ട് കിട്ടും. അടുത്ത പ്രോസസ്സാണ് ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ടിൻഡലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ടെമ്പറേച്ചർ, അതായത് സ്റ്റീം 100 ഡിഗ്രി സെൽഷ്യസ് ഒരു 20 മിനിറ്റ്സ്, ഒരു 3 ദിവസം അടുപ്പിച്ച് നമ്മളൊരു 100 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് വെച്ച് ഇതിനെ എക്സ്പോഷർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ടിൻഡലൈസേഷൻ അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്.